ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറി ഇഷ്ടമല്ലാത്തവർ പോലും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു എഗ്ഗ് മസാലയാണ്. പച്ച നിറത്തിലുള്ള ഈ എഗ്ഗ് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനായി ആദ്യം ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മീഡിയം വലുപ്പമുള്ള 3 സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ചെറുതായി ചോപ്പ് ചെയ്ത 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക്, കാഷ്യൂനട്ട് 8 എണ്ണം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. സവാള ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതി. ഇതേപ്പം സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ മതി, ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആക്കണ്ട. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. 1 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേ ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി സവാള വഴറ്റിയ അതേ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലയ്ക്ക, 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1/2 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അരച്ച് വെച്ച സവാളയുടെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ആ എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം എന്തേ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം എന്തേ നല്ലപോലെ കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നന്നായിട്ട് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേ ഇപ്പം നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ക്രീം ആയിരുന്നാലും മതി. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു കത്തി വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതേപോലെ തന്നെ വരഞ്ഞു കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരഞ്ഞു കൊടുത്താൽ മതി. മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയാണ് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന എഗ്ഗ് ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എഗ്ഗിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതേ മുട്ടയുടെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും. ഇനി ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല പച്ച നിറത്തിലുള്ള ക്രീമി ആയിട്ടുള്ള ഈ എഗ്ഗ് മസാല ചപ്പാത്തി, പൊറോട്ട, പൂരി, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഉറപ്പായും ഇഷ്ടമാകും. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.